പലപ്പോഴുമുള്ളൊരു ചോദ്യമാണ്, അന്നത്തെ കാലത്ത് അവർക്കൊക്കെ ദർശനം ലഭിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ എത്ര പേർക്ക് ദൈവികമായ ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം മനസ്സിനെ പലപ്പോഴും ഭാരപ്പെടുത്താറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആ ദർശനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരുക്കം തന്നെയാണ്. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമായി ലഭിച്ച ദർശനങ്ങളൊക്കെ സ്വീകരിച്ചവർ നല്ല ഒരുക്കമുള്ളവരായിരുന്നുവെന്ന് അവരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോഴും വിശുദ്ധ സുവിശേഷം വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതാണ് അവർക്ക് ദർശനങ്ങൾ ലഭിക്കുവാനും ക്രിസ്തുവിനെ നേരിൽ കാണുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചത്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നൊരു വലിയൊരു ചോദ്യം നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്രകാരം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ട്, അതിനെ ഒന്ന് തിരുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ട സമയം. കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എത്ര പേരോട് നല്ല വർത്തമാനം പറയാറുണ്ട്. നമ്മൾ നേരിൽ കാണുന്ന ഓരോ വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇത്രമാത്രം സുവിശേഷമാണ് നമ്മൾ അറിയിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനം മാത്രമല്ല, നമ്മുടെ വായിൽ നിന്ന് വരുന്ന നല്ല വർത്തമാനമൊക്കെ തന്നെ സുവിശേഷങ്ങൾ. അത്തരത്തിൽ നമ്മുടെ വായിൽ നിന്ന് എത്രമാത്രം നല്ല വർത്തമാനം അല്ലെങ്കിൽ സുവാർത്തകൾ സംഭവിക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. നല്ല വർത്തമാനം പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇന്ന് പ്രത്യേകിച്ച് രാവിലത്തെ പ്രഭാത നമസ്കാരത്തിലെ ആദ്യത്തെ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന ഇപ്രകാരമാം: നല്ല വർത്തമാനവും നല്ല സുവിശേഷവും കേൾക്കുവാൻ തക്കവണ്ണം എൻ്റെ കാതുകളെ എപ്പോഴും തുറന്നു വെച്ച് തരണമേ എന്നാണ്. നല്ല സംസാരങ്ങളും നല്ല വർത്തമാനങ്ങളും കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അത് കേൾക്കുക മാത്രമല്ല, നമ്മിൽ നിന്ന് പുറപ്പെടുന്നതും നല്ലത് മാത്രമായിരിക്കണമെന്നൊരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കന്യകമറിയാമിൻ്റെ മറുപടി നമ്മളെ പലപ്പോഴും നൊമ്പരപ്പെടുത്തണം. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനോ അവൻ്റെ ആഗ്രഹപ്രകാരം ഓരോ നിമിഷം കഴിച്ചു കൂട്ടുവാനോ നമുക്കേവർക്കും സാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത, ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ബോധ്യപ്പെടുത്തൽ, അതിനെപ്പറ്റി ഒരു വേദന, ഒരു നൊമ്പരം നമ്മുടെ ഹൃദയത്തെ ആഴമായി ഭരിക്കേണ്ടത് അനിവാര്യമാണ്. കണ്ണിപ്പിൻ്റെ ശുശ്രൂഷയുടെ അവസരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നത്, മലയുടെ തൂക്കത്തിനേക്കാളിലും കൂടുതലാണ് ദൈവത്തിൻ്റെ കനിവ് അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നത്. അത്രമാത്രം കരുണയുള്ളവൻ. നമ്മൾ എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അവൻ്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടെ ചെല്ലുമ്പോൾ അവൻ നമ്മളെ സ്വീകരിക്കും. ആ കരുണയും കനിവും അവൻ്റെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നിറയുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നടത്തേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്.